തളിരാടും കാവില് കുതികൊള്ളും മോഹത്താൽ കുളിർപ്പാട്ടുകൾ പാടുന്നൊരു കിളിയുണ്ട്. തളിരാടും കാവില് കുതികൊള്ളും മോഹത്താൽ കുളിർപ്പാട്ടുകൾ പാടുന്നൊരു കിളിയുണ്ട്. വനവല്ലരി പൂക്കുമ്പോൾ അതിമോഹന സൗരഭ്യം പടരുമ്പോൾ പാടും പൂങ്കിളിയുണ്ട്. വനവല്ലരി പൂക്കുമ്പോൾ അതിമോഹന സൗരഭ്യം പടരുമ്പോൾ പാടും പൂങ്കിളിയുണ്ട്. തളിരാടും കാവില് കൊതികൊള്ളും മോഹത്താൽ കുളിർപ്പാട്ടുകൾ പാടുന്നൊരു കിളിയുണ്ട്. വരമഞ്ഞൾ പൊടിതൂം പൊൻപുലരിയിൽ തേന്നുകരാൻ കരിയെഴുതിയ കണ്ണാലവളെത്താറുണ്ട്. വരമഞ്ഞൾ പൊടിതൂം പൊൻപുലരിയിൽ തേന്നുകരാൻ കരിയെഴുതിയ കണ്ണാലവളെത്താറുണ്ട്. മധുവാസരാവിൻ്റെ മധുരക്കിനാവുകളിൽ പതിവായി പരിഭവമായി നിൽക്കാറുണ്ട്. മധുവാസരാവിൻ്റെ മധുരക്കിനാവുകളിൽ പതിവായി പരിഭവമായി നിൽക്കാറുണ്ട്. തളിരാടും കാവില് കുതികൊള്ളും മോഹത്താൽ കുളിർപ്പാട്ടുകൾ പാടുന്നൊരു കിളിയുണ്ട്. പുല്ലേറ്റങ്കരയിലിപ്പോ കടത്ത് മാത്ര, ആർക്കും വേണ്ടാത്തൊരു കടത്ത്. സങ്കടപ്പെടാൻ ഒരവകാശവുമില്ലാത്തവരുടെ കൂട്ടത്തിലാണ് ഞാനും. വരണ്ടായിരുന്നു. എന്റെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കാൻ പ്രാർത്ഥിക്കായിരുന്നു. പക്ഷേ ഇനിയൊരു മാസം കൂടെ ഉള്ളൂ. പോട്ടെ, ഞാൻ അങ്ങോട്ട് മാഷേ. അങ്ങോട്ട് കേട്ടി സൈമ പരമാവധി കുറച്ച് നേരമല്ലോ ഇവിടെ നിന്ന്. വിയ്യൂരിത് രണ്ടാം വട്ട. മുമ്പൊരു തല്ലി കേസ്, ഒരു 4 മാസം. അന്ന് പക്ഷെ കല്ല് ചുമടില്ല. ഇന്നിപ്പോ ജീവപര്യന്തം കിട്ടിയവനും കട്ടവനൊക്കെ ഒരേ പറമ്പില്. തണുക്കുണ്ടോ? തണുക്കുണ്ടോ? തണുക്കുണ്ട്, തണുക്കുണ്ട്. ഇനി തോർത്തിട്ട് കേട്ടോ, തോർത്തിട്ട് അങ്ങനെ. പാച്ചി 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 പാച്ചി. നല്ല കാറ്റ്, മഴയ്ക്ക്. എന്റെ പേര് കൃഷ്ണൻകുട്ടി, മായനൊരു കിടുര സ്വദേശം. കേസ് മോഷണ, മാഷിന്റെ കൊലക്കേസല്ലേ. നടയടിക്ക് മുട്ട് താങ്ങിയാനും മറക്കില്ല ഞാൻ. അടങ്ങി ഒതുങ്ങി കിടന്നോ അവിടെ. നിന്റെ വേഷം കേട്ടൊന്നും ഇവിടെ വേണ്ട. എല്ല് പഴിപ്പിക്കുന്ന നല്ല സാറന്മാരുണ്ട് ഇവിടെ, കേട്ടാ? പോട്ടെ പോട്ടെ പോട്ടെ, ഇടിവണ്ടി തന്നെ.
എന്താ കരയണ്ട. ആരുടെ കത്ത്? കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോ അവളും മോനും പഠിക്കുക തന്നെ ഉണ്ടായിരുന്നു. ഓണത്തിന് പുതിയ കുപ്പായം വാങ്ങിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ, പറ്റിയില്ല. സ്കൂളിൽ പാടാൻ വേണ്ടി അവന്റെ പാഠപുസ്തകത്തിൽ നിന്ന് ഞാനെടുത്ത കവിതയാ, കൊടുക്കാൻ പറ്റി. ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ പുറത്തുള്ള ലോകം മുഴുവൻ തടവറലാന്ന് തോന്നും. ഞാൻ മാത്രം സ്വതന്ത്രൻ. മിനിസ്റ്റർ പങ്കെടുക്കുന്ന പരിപാടി ആകുമ്പോ പിന്നെ പ്രോട്ടോകോൾ നോക്കണ്ട. കാരണന്മാർക്ക് അടുപ്പിലോ അരി വെക്കണ കലത്തിലോ എവിടെ വേണമെങ്കിൽ കാര്യം സാധിക്കാലോ. ആ 316 ജോസുട്ടിക്ക് റിലീസിംഗ് ഓർഡർ വന്നിട്ടുണ്ട്, ഒന്ന് പറഞ്ഞു. ഇത് ഗായത്രി പുഴയുടെ കൈവഴിയാണ്. കുഞ്ഞൂട്ടിയുടെ കടത്തുവള്ളത്തിൽ അക്കരെ കടന്നാൽ എന്റെ ഗ്രാമമാണ് പുല്ലേറ്റിൻകര. വെള്ളാരം മല പച്ച പുതച്ച കുന്നിൻ ചെരുവിന് താഴെ കൊയ്ത്തിന്റെ യന്ത്രം കാത്ത് നെൽപ്പാടങ്ങൾ. ആകാശം കീറി ഭൂമിയിൽ ഒരു പാലം. മുളവേലികൾ, അതിരുകൾ തിരിക്കുന്ന നാട്ടിടവഴികൾ. ജാതി പറഞ്ഞ് യുദ്ധമില്ലാത്ത, രാഷ്ട്രീയം പറഞ്ഞ് വിപ്ലവം സൃഷ്ടിക്കാത്ത കുറേ പാവങ്ങളുടെ നാട്. ഒറ്റമൈനയുടെ കണ്ണീറുകൊണ്ട് ദിനം പിഴച്ച വിശ്വാസം മുതൽ ദൈവസിദ്ധിയുടെ അന്ധമായ വിശ്വാസങ്ങൾ വരെ നാടുവാഴുന്നു. അടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ വരവുണ്ടെന്ന് പറയണ കേട്ടു. എനിക്ക് ഓർമ്മയുണ്ട്, മുമ്പൊരിക്കല് കുറെ വർഷങ്ങൾക്ക് മുമ്പാ മൂപ്പര് വാൻശാലിന്റെ വാർഷികത്തിനോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഒരു ചെറിയ കവിത. പക്ഷെ അപ്പൂപ്പൻ കടവിലെ വള്ളപ്പുരയിൽ ഇപ്പോഴും ഒരുമിച്ച് കൂടിയ ചൊല്ലാതിരിക്കാൻ പറ്റില്ല. മാഷല്ലേ ഇല്ലാത്തുള്ളൂ. ശരിയാ. PSCയുടെ എന്തേലും ഉണ്ടെങ്കിലേ ഞാൻ അങ്ങോട്ട് അറിയിക്കാം. എന്നും ഇങ്ങനെ വന്ന് കാത്തു നിൽക്കണമെന്നില്ല. പാവം കുട്ടി എന്നും വന്നു നിൽക്കും. ഗവൺമെന്റ് ജോലിയല്ലേ. പുഴ കടന്ന് ക്ഷണം കിട്ടാൻ ഇത്തിരി വൈകും. ഇത് നമ്മുടെ രവിയുടെ മോളല്ലേ? അതെ അതെ. ഉസ്മാൻ മറന്നില്ലല്ലേ? എങ്ങനെ മറക്കും? കുട്ടിക്കാലത്ത് കുറെ പേടിപ്പിച്ച ശബ്ദമല്ലേ? ഇതിപ്പോ നേരത്തെ ആണല്ലോ രവിയുടെ കരച്ചില്ലേ. ദിവസം ചെല്ലും തോറും അക്കരെ പോണവർക്ക് ഇത് കേൾക്കാതിരിക്കാൻ പറ്റാണ്ടായിട്ടുണ്ടാവും. 10-15 ഏക്കറിലാണ് കൃഷി. ഈ ജോസുട്ടി മാഷ വീട് അറിയാലോ? പിന്നെന്താ, കേറ്. സാറേ ശ്രദ്ധിച്ച് നോക്കി. പുതിയ കൃഷി ഓഫീസറാ അല്ലേ? അതെ അതെ. മാഷേ, പാടത്ത് പോയിരുന്നു. മമ്മൂട്ടി പണിയാൻ പോയെന്ന് ടീ ഷോപ്പിന്നാ പറഞ്ഞ്. വൈകണ വരെ കാത്തിരുന്നു. ഒരു 4 മണി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഒരു വരവുണ്ടാവില്ല എന്ന് വിചാരിച്ചു. സ്ഥലം ഞാൻ കണ്ടിരുന്നു. കിഴക്കേപ്പാടത്ത് വരുന്ന വഴിയല്ലേ വെള്ളത്തിന്റെ കാര്യം? അതെ അതെ. ഇനി മഴയുടെ കാര്യം കൂടെ നോക്കണല്ലോ. കഴിഞ്ഞ കൊല്ലാഴ്ച ഗംഗാധരന്റെ കുളത്തിൽ നിന്ന് വണ്ടിക്ക് വെള്ളമടിച്ച ആ വാഴ മുഴുവൻ നനച്ചത്. ഇപ്പോ കാലത്തിന്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും മാഷ വന്ന് സൈൻ ചെയ്തിട്ട് വിത്ത് കൊണ്ടുപോയിക്കോളൂ. ഇനിയിപ്പോ ഫോർമാലിറ്റീസിനൊന്നും ആവശ്യമില്ല. ശരി, അപ്പൊ ഞങ്ങൾ ഇന്ന് ഇറങ്ങട്ടെ മാഷെ? വളരെ നന്ദിയുണ്ട് സാർ. അതൊന്നും സാരം വരെ വന്നൂല്ലേ സാർ? അന്ന് വരട്ടെ. കുഞ്ഞുട്ടിക്ക് എക്കരെ ഉണ്ടായാ മതിയായിരുന്നു. ഞങ്ങൾ എത്ര നേരം കാത്തിരിക്കേണ്ടി വരുമോ? തിരക്കനുസരിച്ചിരിക്കും. എന്താ പരിപാടി? എവിടേക്കാ രാവിലെ? നല്ല രീതിയിലുള്ള അസുഖം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടേ. ആസ്പത്രി വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. നല്ല മിട്ടിക്ക് കുട്ടിയായാലോ. അവളെ ധ്യാനത്തിന് വിട്ടിരിക്കുക ഒരാഴ്ചത്തേക്ക്. അവളെ അച്ഛന്റെ ധ്യാനം ഒന്ന് കൂടുന്ന തന്നെയാ. ഒന്ന് പോകായിരുന്നില്ലേ? പോണം പോണം. ചായ വരച്ചേട്ടോ.
മാഷേ ആ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, ഒന്ന് ഒപ്പിട്ട് തരണം. ആ മേനംകുട്ടി ഇരിക്കുവോ, ഞാൻ ദേ വരുന്നു. ആരപ്പ എനിക്ക് രജിസ്റ്റേർഡ് അയക്കാൻ? ബാംഗ്ലൂരിന്നാ. ആ അലക്സ് കുട്ടിയാവും. അല്ല, കോളേജിൽ നിന്നാ. എന്നാ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ് ആവും. ഇതാ ഒന്ന് ഒപ്പിട്ടോളൂ. എന്നാ ഞാൻ വരട്ടെ. ആ മേനൻ സാറിന് അന്വേഷിച്ചു പറയണം. പറയാം. കഴിഞ്ഞ വായനശാലയുടെ മീറ്റിങ്ങിന് കണ്ടതാ മൂപ്പരെ. ശരി മാഷേ. ആ അച്ഛൻ വെളുപ്പിന് കയറുമെന്നാ പറഞ്ഞേക്കണേ. ആ എന്തിന്റെ ഇപ്പൊ ലീവെന്ന് ചോദിച്ചിട്ട് പറയണമില്ല. അതിപ്പോ എന്ത് തോന്നിയാസത്തിന്റെ അന്ന് വന്നാലല്ലേ അറിയൂ. അത്രയുണ്ടല്ലോ സ്വഭാവ ഗുണം. ഇല്ലാത്ത കാശ് മുടക്കി പഠിപ്പിക്കാൻ വിട്ടതാണ്. കേക്കണവരോട് ഞാൻ എന്താ മറുപടി പറയണ്ടേ? എന്റെ മാതാവ്. ഒന്നും പറയണ്ട. ജോസൂട്ടി മാഷ മകൻ മുൾക്കൂട്ടത്തിൽ വീണ വിത്താണെന്ന് ആരും അറിയണ്ട. കഴിഞ്ഞ ദിവസം എൽസിയുടെ അവിടെ വെഞ്ചരിപ്പിക്കാൻ വന്നപ്പോ കൂടി അച്ഛൻ ചോദിച്ചു അവന്റെ വിശേഷം. എന്റെ പാറേപ്പള്ളി മാതാവേ, നീ ഇതൊന്നും കാണണില്ലേ? നേർച്ചയ്ക്കും വഴിപാടിനും നേർവഴിക്ക് നടത്താൻ കൂടി പഠിപ്പിക്കാൻ പറ്റില്ലായിരിക്കും. ആ ഒന്നേ ഉള്ളൂന്ന് കരുതി ലാളന കൊറേ കൂടിപ്പോയി. ചൊല്ലിക്കൊടുക്കണ കാലവും കഴിഞ്ഞു. മാഷിനെ കാണുമ്പോ ഞാൻ തിരക്കും അലക്സുട്ടീനെ. നിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയ 100 നാവാ മാഷിന്. പട്ടേലിക്കുന്നിലിരുന്ന് നീ പുക വലിക്കണ കണ്ടുവെന്ന് രമയെടുത്ത് പറഞ്ഞപ്പോ എനിക്കാദ്യം വിശ്വാസം വന്നില്ല. ജോസഫ് മാഷിന്റെ മോനെ അങ്ങനെ ആവാൻ പറ്റുമോ? ഗിരീഷേ, നീ ബാംഗ്ലൂർക്കൊക്കെ ഒന്ന് വരണം. ഈ ഹൈടെക് എഡ്യൂക്കേഷന്റെ പവർന്ന് നീ അറിയന്നെ വേണം. ഈ ഓണം കേറാൻ മൂല പോലെ ഒന്നല്ല. ഇവിടത്തെ പോലെ പരസ്പരം കുറ്റം പറയാൻ അവിടെ ആർക്കും ടൈമും ഇല്ല. ഹോ, എല്ലാത്തും മാറ്റം തന്നെ. കാർത്തിയായൻ ടീച്ചറോട് അച്ഛനെ പോലെ മണ്ണിനെ സ്നേഹിക്കണനാകുമെന്ന് ഉറപ്പ് പറഞ്ഞോനാ. ഇപ്പൊ നാടിനെ കുറ്റം പറയാ. എന്നാ ഒന്ന് പിടിപ്പിക്കുന്നോ? എനിക്ക് വേണ്ട. കഴിഞ്ഞ മഴക്കാലത്തെ തറവാട്ടിലിരുന്നൊരു ബീഡി വലിച്ചതാ. 2 ദിവസം എടുത്തു പനി മാറി. വേണ്ടെങ്കിൽ വേണ്ട. എന്താടാ ഇത്? എപ്പോ നോക്കിയാലും ഇങ്ങനെ തലയും ചാച്ച്. എന്താ അച്ഛ അപ്പച്ചനോട് പറയണ മോനെ? ഒന്നുമില്ല. എന്താ മാഷേ, അലക്സുട്ടി പണക്കത്തിലാണോ? പിണക്കം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല മാധവ നമ്മുടെ മക്കള്. ആ നിനക്ക് ഞാനൊരു ചായ എടുക്കണോ? ലിസുമ ചേച്ചി എന്തി? അവള് പള്ളിയിൽ പോയി. ചായ എന്തായാലും വേണ്ട, എനിക്ക് വേണോട്ടിന്റെ 2 കൂടെ കയറാണ്ട്. ചെത്തുകാരനെ പിടിച്ച് തേങ്ങയിടിപ്പിക്കണത് ഇത്തിരി മോശാ. പക്ഷെ എന്താ ചെയ്യാടോ, തെങ്ങേറ ആളെ കിട്ടണ്ടേ? എന്തിനായാലും തെങ്ങിന്റെ മുകളിൽ തന്നെ കയറണ്ട മാഷേ. അത് നന്നായി. വാതിലൊക്കെ പൂട്ടിട്ടുണ്ടല്ലോ.
മാതാവേ, ഇങ്ങനൊന്നിന് നീ എനിക്ക് തരുന്നായിരുന്നു. വരുന്നുണ്ട്, നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. എന്താ കണ്ടേക്കണെന്ന് എനിക്കൊരു പിടിയില്ല. 3 മാസക്കാ വിലക്ക്. ആകെ ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളെന്ന് കരുതി ഇത്തിരി കൂടിപ്പോയി സ്നേഹിച്ചത്. ഇപ്പൊ വേണ്ടായിരുന്നു തോന്നുന്നു. ഏയ്, ദൈവം ഉള്ളവനും കൊടുക്കും, ഇല്ലാത്തവനാണെങ്കിൽ വേറെ തരത്തിലും. പണം ഉള്ളിടത്ത് സ്നേഹം ഉണ്ടാവില്ല, സ്നേഹം ഉള്ളിടത്ത് പണം. ജീവിക്കാൻ വകയുള്ള മനസ്സിന് നന്മയുള്ളവനാണെങ്കിലോ വേറെ ഏതെങ്കിലും രീതിയിലും. കർത്താവ് എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും മാഷേ. ഇനിയിപ്പോ അലക്സ് കുട്ടിക്ക് പഠിപ്പ് തരാൻ എത്ര കാലം കൂടി ഉണ്ട്? നേരെ ചൊവ്വ പോയാൽ ദേ അടുത്ത മാർച്ചിൽ തീരേണ്ടത് അച്ചോ. എന്തായാലും ഞാൻ ഇറങ്ങുക. ആ കുരിശുംതുടി കറിയാച്ചന്റെ വീട്ടിലൊന്ന് പോണം. കുരിശുപള്ളിയുടെ വകയില് എന്തെങ്കിലും സഹായം ചെയ്യുന്ന നേരത്തെ പറഞ്ഞിരുന്ന. എന്നാ ശരി, ഞാൻ ഇറങ്ങുന്നു. കാശീപൻ ഭക്തിയും കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞു നിന്നാകങ്ങളായിരം. കാശീപൻ ഭക്തിയും കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞു നിന്നാകങ്ങളായിരം. പിന്നെ വിനതയും 2 ധനികന്മാർ പൊട്ടിപ്പോകാതെ വണ്ണം ധരിച്ചു കൊള്ളുക കദ്രുവി. പിന്നെ വിനതയും 2 ധനികന്മാർ പൊട്ടിപ്പോകാതെ വണ്ണം ധരിച്ചു കൊള്ളുക കദ്രുവി. കാശീപൻ ഭക്തിയും കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞു നിന്നാകങ്ങളായിരം. ആഹാ, രാവിലെ തന്നെ ചിത്രം വരയ്ക്ക. ആരൊക്കെയത്? ഇത് അച്ഛൻ, ഇത് അമ്മ, ഇത് അച്ഛന്റെ ദേവൂട്ടി. ഒരു ശനിയാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ തുടങ്ങും ദേവൂട്ടിയുടെ. നീ ശനിയാഴ്ച കൂടി പഠിക്കാൻ പറയല്ല എന്റെ എന്തോ പാവണ്ട എന്റെ കുട്ടി. ഓ, ഒരു പാവം. ഈ അമ്മയ്ക്ക് ആകെ അറിയണ കാര്യം ഇത് പഠിക്കുന്ന പഠിക്കുന്ന. ഓണപരീക്ഷയുടെ കണക്കിന്റെ മാർക്ക് ഞാൻ പറയണ്ടല്ലോ. ജയിച്ചു. നിനക്ക് എന്താ ഇവിടെ പണി? ആന്റപ്പന്റെ മാർക്കിന്റെ പകുതി കൂടി ഇല്ലല്ലോ നിനക്ക്. നീ വെറുതെ എന്റെ കുട്ടീനെ ചീത്ത പറയല്ലേ. അവള് പഠിച്ചോളും. കണക്കിന് ഇത്തിരി മാർക്ക് കുറഞ്ഞാലെന്താ? കഥാപ്രസംഗത്തിന് എന്റെ കുട്ടി കേമിയല്ലേ. പ്രശസ്ത കാഥിക ദേവു ശിവൻകുട്ടി. കലാകാരിക്ക് മാർക്ക് പ്രേക്ഷകരല്ലേ ഇടുക, അല്ലേ ദേവൂട്ടിയെ? ഈ അമ്മയ്ക്ക് വല്ലതും അറിയോ? അച്ഛനും മോളും ഇവിടെ ഇരുന്നോ കലയും കൊണ്ട്. കൊടയും കൊണ്ട് പാടിയിട്ട് നിങ്ങൾ എന്നാ ഒരു കലാകാരനായിരിക്കണത്? പിന്നെയാ കഥാകാരി. അതുകൊണ്ടൊന്നും പരീക്ഷ പാസ്സാവില്ല. അടുത്ത കൊല്ലം ആദ്യം എടുത്തെങ്കിലും ട്യൂഷൻ ആക്കണം. അല്ലെങ്കിലേ അടുത്ത പരീക്ഷയ്ക്ക് ആനമുട്ടയോ മാർക്ക്. അച്ഛനും മോളും. അങ്ങനെ നല്ലശ്ശേരി മനയിലെ വേലക്കാരിയായിരുന്ന സ്ത്രീ വെള്ളം എടുക്കാൻ പോയപ്പോ
ഒട്ടുവെന്തും വേഗാതെയും ഒരു സർപ്പം കിടന്ന് എഴയുന്നത് കണ്ടു. കുടത്തിന് വെള്ളം കളഞ്ഞ് അവർ സർപ്പത്തിന് കുടം കാണിച്ചു കൊടുത്തു. സർപ്പം കുടത്തി കയറി. സർപ്പത്തിനെയും കൊണ്ട് അവർ മനയ്ക്ക് ചെന്നപ്പോ എന്താണ് കുടത്തിൽ എന്ന് ഇല്ലത്തമ്മ ചോദിച്ചു. അതൊരു സർപ്പമാണ്. കാട്ടാർ വനത്തിൽ വെച്ച് തീപ്പെട്ട് വെന്ത ഒരു സർപ്പം. ശവത്തെ കൊണ്ടുവന്ന സ്ത്രീ ഇല്ലം വെട്ട് പൊയ്ക്കൊള്ളണമെന്ന് അകത്തമ്മ കൽപ്പിച്ചു. സർപ്പത്തെയും കൊണ്ട് അവർ കാട്ടിലൂടെ പോയി. അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പുറത്തു നിന്നൊരശരീരി ഈ കുടം വായുവോളം മൂടി ചുറ്റി കറ്റുകിടാവിന്റെ തോല് കൊണ്ട് പൊതിഞ്ഞ് ഈറമ്പനയുടെ നാരുകെട്ടി പപ്പടപടപട നടി കൊട്ടുമ്പോ നിന്റെ ദോഷങ്ങളെല്ലാം മാറും. സജ്ജനങ്ങൾക്ക് നാവൂറ് പാടാനും സർപ്പദോഷം അകറ്റാനും നീ പാടി നടക്കണം. അത് കണ്ട് അവിടെ വന്ന നാരദൻ പറഞ്ഞു, ഞാനൊരു പുള്ളുവനായിട്ടും നീയൊരു പുള്ളോത്തിയായിട്ടും നാവൂർ പാടി നടക്കണം. അച്ഛാതെ മാഷ് മാഷേ സൂക്ഷിച്ച്. ആരൊക്കെയത്? എവിടെ പോയതാ? ദേവുട്ടിക്ക് ഒരു പാദസരം വാങ്ങിക്കാൻ. ഒരു പാദസരം എവിടെയാ ദേവുട്ടി? അതിന് രാമൻ തട്ടാൻ പണിഞ്ഞിട്ട് വേണം. അളവ് എടുക്കാൻ പോയതാ. ആട്ടവിളക്കിന് മുന്നിൽ വെച്ച് വീഴാൻ പറ്റിയിട്ടില്ല ആശാനെ. മാഷേ കുഞ്ഞുട്ടിക്ക എന്റെ ആശാൻ വീണപ്പോ കാണാൻ കൂട്ടക്കാരുണ്ടായതും പാറൂരാശന്റെ ഭാഗ്യം അല്ലേ? പുളിമുട്ടിയില് കൈത്തഴക്കം വരാൻ മതിയാവോളം പണിപ്പെട്ടു ആശാൻ. ഒടുവിൽ കൊട്ടാൻ തികഞ്ഞപ്പോ എണ്ണം പറഞ്ഞ 27 അരങ്ങ്. ഒടുവിൽ കളിച്ചത് കീചകവധം. കാണുണ്ടാവില്ല എന്നാണോ പുല്ലേറ്റും കരയിലെ മണ്ണ് കാക്കണ ദൈവങ്ങള്? കഴുത്തിന് താഴെ തളർത്തിക്കളഞ്ഞില്ലേ ദേവിയെ എന്റെ ആശാന നീ? എടുക്കായിരുന്നില്ലേ ഈ 2 കൈകളും? ആർക്കും വേണ്ടാണ്ട് കിടക്കണ കണ്ടിട്ടും കാണിക്കാത്തത് എന്താണ് നീ അമ്മേ? സ്കൂളുകളെല്ലാം ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം ആക്കല്ലേ? പലർക്കും അറിയില്ല. രവി ഒന്നും വന്ന് ഇവിടെ എത്താൻ വഴിയില്ല. ഇല്ല ഇല്ല. അങ്ങനെ കുറെ പാവങ്ങൾ ഉണ്ടാക്കിയതാ ഈ സ്കൂളേ. പിന്നെ സർക്കാരായി, നിയമമായി, പുതിയ അധ്യാപകരായി. പക്ഷേ ഇതുപോലുള്ള മലയാളം മീഡിയം സ്കൂളുകൾ മാത്രം ഇന്നോ നാളെയോ എന്ന തരത്തിലാണ്. ഏത് സ്കൂളിലായാലും കുട്ടികൾ നാടിനെ അറിഞ്ഞു വളരണം, സംസ്കാരം അറിഞ്ഞു പഠിക്കണമെന്നേ ഉള്ളൂ. എവിടെ പഠിച്ചാലും നല്ലതാ. ആഹാ, ഹരി എവിടെ പോയതാ? ആശുപത്രിയിൽ പോയതാ മാഷേ. ലക്ഷ്മിട്ടി ഇന്നലെ ഇത്തിരി രക്തം ഛർദിച്ചു. ഭേദാവൂട്ടോ, താൻ വിഷമിക്കാണ്ടിരിക്കുക. ആശാന്റെ അടുത്ത് പോവാറില്ലേ? 2 ദിവസമായി അവിടം വരെ പോയിട്ട്. നാളെ ഒന്ന് പോണെന്ന് വിചാരിക്കണം. സങ്കടപ്പെടണ്ട, ലക്ഷ്മി കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ഇതും കർത്താവിന്റെ തീരുമാന. സുഖങ്ങള് മാത്രമായ ജീവിതാവില്ലയോ. എന്നാ ശരി മാഷെ. എന്നാ ആയിക്കോട്ടെ. മാഷ എവിടെ പോയതാ? കൃഷി ഓഫീസ് വരെ. കുറച്ച് വിത്ത് വന്നു പറഞ്ഞു. ഒന്ന് പോയി നോക്കിയതാ. ഓ ശരി മാഷെ, ശരി ശരി. അല്ല, അലക്സ് കുട്ടി പുറത്തല്ലേ പഠിക്കണേ? ബാംഗ്ലൂരാ. 3-ാം വർഷം. നമ്മുടെ പഴയ കാലമല്ലല്ലോ.
പഠനം ഒരർത്ഥത്തിൽ ജീവിതം കൂടിയാ. ഓ ഓ അന്യനാട്ടില് പല നാട്ടുകാര്, പല സ്വഭാവം, പല നാട്ടുകാര്, അങ്ങനെ പഠിക്കട്ടടോ. എത്ര നാളാ ഇവിടെ ഇങ്ങനെ പുല്ലറ്റിൻകരയിൽ മാത്രം. അതന്നെ. ഈശ്വര കൃഷ്ണ. ആ ഹരി, നീ എത്തിയോ? ആ ഇരിക്കടു. മനസ്സും തടന്നുറങ്ങിയിരിക്കുന്നു. ഇടയ്ക്ക് താഴെ ഇങ്ങനെ വരുമ്പോ ഒരു ഉണർവാ. എന്താ പുല്ലേറ്റിൻകരയിലെ വിശേഷങ്ങൾ? നല്ലതെന്ന് പറയാൻ വിശേഷങ്ങളൊന്നുമില്ല. കളി ഒഴിഞ്ഞാരങ്ങ് എല്ലാം കൊണ്ടും കുട്ടിക്കളി പോലും ഇല്ലാണ്ടായിരിക്കണു പുല്ലേറ്റിൻകരയിലെ വീട്ടുമുറ്റങ്ങളിൽ. കാവിലമ്മയുടെ അപ്പൂപ്പൻ കടവിലും ആളുണ്ടാവില്ല അല്ലേ? ആ വല്ലപ്പോഴും വരണ വാസുവേട്ടനും കൂടി വരവില്ലാന്നാ കുഞ്ഞുട്ടിക്ക പറഞ്ഞത്. ആട്ടം കാണാൻ മറക്കാണ്ട് വരുന്ന മാഷിനും കാരാഗ്രഹവാസം. 1985 കാർത്തിയായനി തെറ്റിയടിച്ചിട്ട് ഗജേന്ദ്ര മോക്ഷം. അന്ന് ഈ വാസേട്ടനും ജോസൂട്ടി മാഷും കളിക്കാൻ വരും. പക്ഷേ കുട്ടി ഇത്തിരി പോന്ന കുട്ടിയല്ല. ജോസൂട്ടി മാഷിന്റെ വേഷം അന്ന് ഇന്നും മാഷ് തന്നെയാ. പക്ഷെ വള്ളപ്പൂരയിൽ എത്തുമ്പോ മാത്രം എല്ലാരും കലാകാരന്മാരാ. വെളിച്ചപ്പാടും ചെത്തുകാരനും പാൽക്കാരനും എല്ലാരും കഥാപാത്രങ്ങളാ. സുന്ദരേട്ടന്റെ രാജാവും വാസുവേട്ടന്റെ പട്ടാളക്കാരനൊക്കെ കണ്ടതൊന്നും മനസ്സിൽ പോയിട്ടില്ല. എന്തായാലും ഓണത്തിന് കുറി ഉഷാറാക്കണം. കഴിഞ്ഞ കൊല്ലത്തെ വാഴക്കാലിപ്പാടത്തെ കളിക്ക് കല്ലുമ്മ സുഷമയുടെ ആട്ടം പോലെ തകർന്ന നട്ടെല്ലുകൾക്ക് ഞാൻ എന്റെ മുഷ്ടികൾ സമ്മാനിക്കുന്നു. വിശന്ന വയറുകൾക്ക് ഞാൻ എന്റെ വീർപ്പും. ഞാൻ കളിച്ചു. തകർന്ന നട്ടെല്ലുകൾക്ക് ഞാൻ എന്റെ മുഷ്ടികൾ സമ്മാനിക്കുന്നു. വിശന്ന വയറുകൾക്ക് എന്റെ വിയർപ്പും. നോക്കി. ഇനിയും ഞങ്ങളെ ഇനിയും തകർന്ന നട്ടെല്ലുകൾക്ക് ഞാൻ എന്റെ മുഷ്ടികൾ സമ്മാനിക്കുന്നു. വിശന്ന വയറുകൾക്ക് ഞാൻ എന്റെ വിയർപ്പും. ഓക്കെ. പവി ഇല്ല, അവർ 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 ആയുധമാണ് അവർക്ക് ആവശ്യം. ആയുധമാണ്. അഹിംസ ഗാന്ധി മാർഗമാണ്. അഹിംസ ഗാന്ധി മാർഗമാണ്. ജന്മികളുടെ അകത്തളങ്ങളിലേക്ക് അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാൻ, അവരുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാൻ അവർ ചാവേറുകളാവട്ടെ. അവർ ചാവേറുകളാകട്ടെ. ഒന്നും കൂടി ഒന്ന് ഓക്കെ. ഇന്ന് ചെല്ലുമ്പോ തന്നെ രമണിയമ്മയുടെ വായിരിക്കുന്ന രേഖ. അച്ഛമ്മ മുമ്പിൽ തന്നെയുണ്ട്. അച്ഛൻ എന്നെ ചീത്ത ഉറപ്പാ. ഓ അച്ഛന്റെ കൂടെ തെണ്ടി കിടന്നോ നീയും? രാവിലെ ഇറങ്ങിയതാ. ഞാൻ വെറുതെ പോയതാ. ഓ തുടങ്ങി. എന്തിനാ എന്റെ രമണിയമ്മേ ഈ കിടന്ന് നിലവിളിക്കണേ? അവൾ അവിടെ അച്ഛന്റെ കൂടെ അല്ലേ ഇറങ്ങിയത്? അതും നാടകത്തിന്. നീയോ തെണ്ടി നടന്ന് നടന്ന് കാലം കഴിച്ചു. ഈ കുട്ടീനെങ്കിലും രണ്ടക്ഷരം പഠിപ്പിച്ചൂടെ? എന്തിനാണ് എന്റെ രമണി നീ കിടന്ന് കാറണത്? നീ ഇതൊന്നും നിർത്തണുണ്ടോ? ഈ ഇരിക്കണ അച്ഛന്റെ അല്ലേ മോൻ? നാട് തണ്ടല്ലേ കുലത്തൊഴില. എന്റെ ദേവി, നല്ലതെന്ന് പറയാൻ ഒന്നിനെങ്കിലും തന്നില്ലല്ലോ നീ. വെള്ളാരംകുന്ന് രാമേട്ടന്റെ കഥ. രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് ഞാനാ നായകൻ. നായകൻ നല്ല ആളാ. എപ്പ ഇറങ്ങിയതാ? അമ്മേനി പറയാനൊന്നും ബാക്കിയില്ല. നിങ്ങളുടെ ഈ നാടകം കളിക്കാരന സമാധാനം ഇല്ലാതായത് എനിക്കാ. അല്ല, എല്ലാം എന്റെ കാലക്കേടാണേ. നീ അമ്മയുടെ പോലെ തുടങ്ങല്ലേ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു കലാകാരനല്ലേ. അമ്മേ 5 രൂപയേ ആയിട്ടുള്ളൂ. 15 രൂപയാ മാജിക്കിന്. ആ നിന്റെ അച്ഛന്റെ കണ്ണിപ്പെടാണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചോ. 15 രൂപയാകുന്നവരെ ആയുസ് ഉണ്ടാവോ ആവോ നിന്റെ ഈ കുടുക്കയ്ക്ക്. എന്റെ മോൾക്ക് ആരാണാവോ ഈ മാജിക് ഒക്കെ പറഞ്ഞു തന്നെ? ഏത് നേരം നോക്കിയാലും ഒരു മാജിക് കാണല്. ഒരാഗ്രഹം. ചിലപ്പോ ദേവിയുടെ തീരുമാനം അതന്നെയായിരിക്കും. ഇതിപ്പോ ഉറക്കം കിട്ടാതിരിക്കുന്നതും ദേവിയുടെ പരിഷ്ടം തന്നെ ആയിരിക്കുമല്ലോ. കാത്തോന്ന എന്റെ ദേവി. നാരായണേട്ടന്റെ മോനല്ലേ നീയേ? ഏതോ ജന്മത്തിന്റെ പിന്തുടർച്ച പോലെ ഞാനും പള്ളിവാളും
ചിലമ്പുമായിട്ട് ദേവിയുടെ മുന്നില്. ഒന്നുകൊണ്ടും ഭയപ്പെടാനില്ല. മുല്ലേറ്റിൻകരയിലെ ദേവി ഇപ്പോ നാടകക്കാരൻ ശങ്കരന്റെ രൂപം ഉൾക്കൊള്ളുക. എന്റെ ദേവി, നാടകത്തിനും വേഷം കിട്ടിയില്ല ഇതുവരെ. അച്ഛന്റെ നിയോഗത്തിന് പഴിയുണ്ടാവാണ്ടിരിക്കാൻ. പക്ഷേ ഇപ്പോ ജീവിതത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നതും അതേ നിയോഗം തന്നെയാ. വരുന്ന ചിങ്ങത്തിന് മുമ്പ് എന്തായാലും അത് സംഭവിക്കും. ഇനി മറിച്ചൊരു തീരുമാനാവാം. എല്ലാം ദേവിയുടെ തീരുമാനാണല്ലോ. ദേവി മാഷേ, എന്താ ശങ്കര, കാലത്തന്നെ ഇന്ന് നാടകവും കളിയൊന്നും ഇല്ലേ? ഇല്ല, മണ്ണാലപ്പറമ്പില് ഈ മാസം 28 ഒരു കളിയുണ്ട്, കാളിയാമർദ്ദനം. കഴിഞ്ഞ കൊല്ലം വാഴാനിക്കാവില് തന്റെ ഒരു നാടകം കണ്ടതാ. തനിക്ക് രാജാവിന്റെ വേഷത്തിനേക്കാൾ കൂടുതൽ യോജിക്കുക ആ പടയാളിയുടെ വേഷം തന്നെയാ. 2 കളിക്ക് ആ വേഷം കിട്ടിയുള്ളൂ. ഉയരം ഒരു പ്രശ്നമാണല്ലോ. ഞാൻ വന്നത് മാഷേ, അച്ഛന്റെ കാര്യം അറിഞ്ഞല്ലോ മാഷേ. അറിഞ്ഞടോ, അയാളുടെ വഴി തെരഞ്ഞെടുത്തു അങ്ങോട്ട് കരുതുക. പക്ഷേ ഉറക്കം കിട്ടാണ്ട് കുറച്ച് ദിവസമായി. അച്ഛന്റെ വഴി തന്നെയാണാവോ ഞാനും? എനിക്കൊന്നും മനസ്സിലാവണല്ലോ മാഷേ. ദൈവങ്ങൾ ആരെയും ഭാണ്ഡം കെട്ടി നാട് കടത്താറില്ല. ഓരോരുത്തര് അവരവരുടെ മനസ്സിൽ കെട്ടിയുണ്ടാക്കണതാ ഈ പറയണ തീർത്ഥാടനം വനവാസമൊക്കെ. സ്വപ്നങ്ങൾ ഭയപ്പെടുത്തന്നെ മാഷേ. കരിങ്കാളിയും പള്ളിവാളും. ഉറക്കം തീരെ കിട്ടണില്ല. ഒരാശ്വാസത്തിനാ ഞാൻ മാഷിന്റെ അടുത്തേക്ക് വന്നേ. ഞാൻ ഒരഭിപ്രായം പറയാൻ പാടില്ല ശങ്കര. എന്നാലും വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാവാണ്ടിരിക്കാൻ വിളക്ക് വെക്കണ ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുക. ഇപ്പോ യഥാർത്ഥ വിശ്വാസം എന്നുള്ളത് എന്താന്ന് ആർക്കറിയാം? അതൊന്നും എനിക്കറിയില്ല. എല്ലാത്തിനും കാവലമ്മ എന്തോ കരുതിയിട്ടുണ്ട്. എന്താ ശങ്കരേട്ടാ? ഇല്ല, ഒന്നില്ല. ഇതിപ്പോ പതിവായിട്ടുണ്ട്. കാവിലമ്മേ, എവിടേക്ക് ശങ്കരേട്ടാ? എനിക്ക് പോണം. എവിടേക്കെന്നില്ലേ? ദേവിയുടെ അടുത്തേക്ക്. എന്നെ നമ്മുടെ മോളെ മറന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ല. എനിക്കൊരു സമാധാനം കിട്ടില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. വഴി തന്നെയല്ല. അതൊന്നും എനിക്കറിയില്ല ശങ്കരേട്ടാ. എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ല ശങ്കരേട്ടാ. അമ്മ എങ്ങോട്ടാ അമ്മ അച്ഛൻ പോണേ? എനിക്കറിയില്ല മോളെ, എനിക്കൊന്നും അറിയില്ല. അപ്പോ എന്താ മീൻ? അയലക്കണി ചാള കരിമീൻ നത്തൂലി ചെമ്മീൻ. പക്ഷേ എല്ലാം തീർന്നു. ഇവനെന്താ പെട്ടിയാണിക്ക് ഇറങ്ങിയതാ? അത് ശരി. മാധവേട്ടാ, നമ്മുടെ ശങ്കരൻ യുക്തിവാദമൊക്കെ മറന്ന് അച്ഛന്റെ പട്ടുയുറ്റി എന്ന് പറഞ്ഞ് കേട്ടല്ലോ, ഉള്ളതാണോ? ഞാനും കേട്ടു. നാരായണത്തൻ ഭ്രാന്തെടുത്ത് പുഴ കടന്ന പോലെ ശങ്കരനും പോവാണ്ടിരുന്നാ മതിയായിരുന്നു. എന്താ ചെയ്യാ, കഷ്ടം. ഞാൻ പോട്ടെ മാധവേട്ടാ. ശരി. ഭഗവതിക്ക് നേർച്ച എന്താ കൊടുത്തോളൂ. അരി ആയാലും മതി. അരിയോ നാളികേരോ എന്തായാലും
ആ രമണിയച്ചെങ്കടാ തൃപ്പാളൂര്. അവിടെ ഉണ്ടല്ലോ എനിക്കൊരു വീട്. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്നല്ലേ. നാരായണേട്ടന്റെ കാര്യം ഇനി വരവില്ലാന്ന് തന്നെയാണോ? ഇനിയിപ്പോ ഏത് ദൈവത്തിനാ മാധവ നാരായണേട്ടൻ തുള്ളണത്? ഇനി പ്രാഗി തീരാൻ ഞാൻ കാത്തിരിക്കണില്ല. ഒരു നാരായണൻ വെളിച്ചപ്പാട്. അച്ഛമ്മേ, എന്റെ ദേവി. മോളെ, ഭ്രാന്ത് ദൈവങ്ങൾക്കല്ല, മനുഷ്യന്മാർക്ക് തന്നെയാ. അമ്മ കൂടി ഞങ്ങളെ ഇട്ടിട്ട് പോയി ചത്താലോന്ന് വിചാരിച്ചതാ. പക്ഷെ എന്റെ മോളുടെ ആലോചിച്ചപ്പോ കരയാതെ. ശങ്കരനും ദേവിയുടെ വെളിപാടുണ്ടായി. അതങ്ങനെയാ. നാരായണേട്ടന്റെ കുടുംബം ദേവിയുടെ കുടുംബ. പുല്ലേറ്റിങ്കരയിൽ അമ്മയുടെ കോമര വെച്ച ആ മഹാഭാഗ്യം ഉണ്ടായില്ലേ, അതു തന്നെയാ ജന്മപുണ്യം. എന്ത് പുണ്യോടോ, ഒരു കുടുംബം ഇല്ലാണ്ടായില്ലേ. രമണിച്ചയുടെ കരച്ചിലാണെങ്കിൽ തീർന്നിട്ടില്ല. ദേ ഇപ്പൊ ഒരാളും കൂടി. ദൈവത്തിന്റെ കാര്യമില്ല മാധവ, അങ്ങനെയൊന്നും പറയരുത്. എന്ത് ദൈവോടോ, മനുഷ്യന്മാർക്ക് സമാധാനമില്ലാത്ത നാട്ടിലാ ദൈവങ്ങള്. ഇത് മാറി നിൽക്ക. ദേവി കഷ്ടപ്പെടുത്തലും മോളെ. ഇതിപ്പോ മോളുടെ അച്ഛനല്ല, ഇതിപ്പോ ദേവിയാ. അമ്മേ, ഇനി അച്ഛൻ ഒരിക്കലും നമ്മളെ അടുത്തേക്ക് വരില്ലേ? എനിക്കറിയില്ല മോളെ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്നെ എന്റെ കുടുംബത്തിന് നാഥനില്ലാണ്ടാക്കിയില്ലേ എന്റെ ദൈവങ്ങളെ. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ആശാനെ അരിയോ പാളൂരിനി അട്ടത്തിന് തിരക്കുണ്ടാവില്ല. അട്ടക്കളയിൽ മടക്കി വിടാൻ പറ്റാണ്ട് കുറെ കുട്ടികളുണ്ട്. പകുതിയിൽ കളിമുട്ടാതിരിക്കാൻ വിളക്ക് വയ്ക്കുന്ന ദൈവങ്ങളൊന്നും കഴിഞ്ഞില്ല അല്ലേ? ഒറ്റപ്പാലത്തേക്ക് ശ്രീമംഗലത്തുനിന്ന് ആള് പോയിരുന്നു. ഇഷ്ടാവണമെന്നില്ല ആർക്കും. പിന്നെ ഈ കിടപ്പിന്റെ സന്തോഷത്തിൽ ഏറ്റെടുത്താലായി. ഇല്ല, മുടക്കൊന്നും പറഞ്ഞില്ല. 5-8 ആളുടെ പണിയുണ്ട് ദിവസം. ജയിച്ച തറവാടെന്ന് കരക്കാര് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഈശ്വരൻ ദൈവം അടിച്ചെങ്കിൽ വേഗം വാ, അവിടെ കുമ്മാട്ടി വന്നിട്ടുണ്ട്. അമ്മേ, ഞാനിപ്പോ വരാം. ദേവരണേ കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി. ദേവരണേ കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി. എത്താ കൊമ്പത്തെ പൊന്നിൻ പണക്കേണി പൊട്ടിച്ചെടുക്കണ കുമ്മാട്ടി. എത്താ കൊമ്പത്തെ പൊന്നിൻ പണക്കാണി പൊട്ടിച്ചെടുക്കണ കുമ്മാട്ടി. കുത്തിയാമുളക്കാത്ത കുമ്പളം നട്ടിട്ട് കുമ്പിട്ടിരുന്നില്ല കുമ്മാട്ടി. കുത്തിയാമുളക്കാത്ത കുമ്പളം നട്ടിട്ട് കുമ്പിട്ടിരുന്നില്ല കുമ്മാട്ടി. കുമ്പിട്ടിരുന്നില്ല കുമ്മാട്ടി. ദേവരണേ കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി. ദേവരണേ കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി.
വെള്ളല്ല പുഴയില് മുങ്ങിക്കുളിക്കുന്നു മരമില്ലക്കാട്ടിൽ ആടി മറിയുന്നു വെള്ളല്ല പുഴയില് മുങ്ങിക്കുളിക്കുന്നു മരമില്ല കാട്ടിൽ ആടി മറയുന്നു അതിരില്ല വയലിൽ കൊയ്ത്ത് നടത്തണ നെട്ടോട്ടമോടുന്നു കുമ്മാട്ടി അതിരില്ല വയലിൽ കൊയ്ത്ത് നടത്തണ നെട്ടോട്ടമോടുന്നു കുമ്മാട്ടി നട്ടം തിരിയണ കുമ്മാട്ടി ദേവരണേ ദേവരണേ കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി ദേവരണേ കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി കാലം മാറി പെരുമഴ പെയ്യുന്നു കോലം കെട്ട് നാട്ടാര് നിൽക്കുന്നു കാലം മാറി പെരുമഴ പെയ്യുന്നു കോലം കെട്ട് നാട്ടാര് നിൽക്കുന്നു ഓണം മുങ്ങുന്നു ഉണ്ണി കരയുന്നു നാട്ടിൻ പുറം കയറി നഗരം പണിയുന്നു ഓണം മുങ്ങുന്നു ഉണ്ണി കരയുന്നു നാട്ടിൻ പുറം കയറി നഗരം പണിയുന്നു നാട്ടിലാകെ നരകം വിതയ്ക്കുന്നു നാട്ടാർക്കെല്ലാം ദുരിതം ചൊരിയുന്നു നാട്ടിലാകെ നരകം വിതയ്ക്കുന്നു നാട്ടാർക്കെല്ലാം ദുരിതം ചൊരിയുന്നു ദേവരണേ ദേവരണേ കുമ്മാട്ടി പഠിക്കരുത്തി കുമ്മാട്ടി പഠിക്കരുത്തി കുമ്മാട്ടി ദേവരണേ കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി ആ നല്ല ആൾക്കാരാ. ഞാൻ എവിടേക്ക് നോക്കി, എന്തിരിപ്പത്? ഓ, എന്താടാ പാച്ചു പറയേ. കുമ്മാട്ടി പോയി. പോവേ? എവിടേക്ക്? കുമ്മാട്ടി ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നും പറഞ്ഞ് പുഴ കടന്നു പോയി. നിങ്ങൾ സങ്കടപ്പെടണ്ട, കുമ്മാട്ടി ഇനിയും വരും. നമ്മളെ കാണാതിരിക്കാൻ പറ്റുമോ കുമ്മാട്ടിക്ക്? പുല്ലേറ്റിൻകരയിൽ കൊയ്ത്താകുമ്പോ, ആ അപ്പൂപ്പൻ കടവില് ഉത്സവമാകുമ്പോ, ഓണാവുമ്പോ, തൂശനൽ വെട്ടിയിട്ട് നല്ല ചോറ് വിളമ്പുമ്പോ കുമ്മാട്ടി ഓടിയെത്തും. അപ്പോ പാച്ചുവിനെയും കോവാലിനെയും അപ്പൂനൊക്കെ വിളിക്കും. വീണ്ടും നമുക്ക് ഓടി ഇറങ്ങണം. ആ നീ ബാലേട്ടനുണ്ടാവും ഒപ്പം, കേട്ടോ? നേരം കെട്ട നേരായി മോനെ, ശീലം കെട്ട ശീലായി കുട്ട, കണ്ടമ്പകത്തൊടുപ്പായിക്കാരി, നാലാം വിത്ത് വാമളയായി മോനെ, ഓടിയോടി ഒന്ന് പേര്. പുലരും വരെ നിന്റെ തീരത്ത് കൂട്ടായിരിക്കാൻ ഞാൻ. കുഞ്ഞുട്ടി ജോസുട്ടി ഭാഷ വൈകിയപ്പോ കരുതി ഇന്നിനി വരെ ഉണ്ടാവില്ലെന്ന്. ഒന്നും പറയണ്ട കുഞ്ഞുട്ടി, ബസ് സ്റ്റാൻഡിൽ പണിമുടക്ക്, മിന്നൽ പണിമുടക്ക്. അതിപ്പോ എന്തിന്റെ പേരിലാണാവോ? അതിനിപ്പോ പേര് വല്ലതും വേണോ? മരണപ്പാച്ചിലല്ലേ. ആ കേറിക്ക. സഹായിക്കണോ? വേണ്ട വേണ്ട വേണ്ട, അതിനുള്ള ആവതൊക്കെ ഉണ്ട്. ഈ മഴ ചാറുന്നു, വെണ്ണീർ പെയ്യുന്നു, പാവം കിനാവുകൾ പ്രേതങ്ങളായി, പാലത്തളീരിലെ കൊമ്പിലൂടെ ഇപ്പോഴും പാടെ നുണക്കഥ പാടിടുന്നു. ഇന്നലെ സ്വപ്നവും ഇന്നീ പ്രണയവും, നാളെ നരച്ചതാം ഈ ഉടലും, വിറകായി പുണരും വരെ നിന്റെ തീരത്ത് കൂട്ടായിരിക്കാം ഞാൻ കുഞ്ഞുട്ടിയെ. കൂട്ടായിരിക്കാം ഞാൻ കുഞ്ഞുട്ടിയെ. മാഷേ, ദേവൂട്ടി പതുക്കെ. ആ മാഷിന്റെ ദേവൂട്ടി. ദേവൂട്ടിക്ക് ഒന്നാം സമ്മാനം. അതെയോ? മിടുക്കി. ഒന്നാം സ്ഥാനം കിട്ടിയിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ഓടിയായിരുന്നു മാഷ സമ്മാനം ഒന്ന് കാണിക്കാൻ. കിളിക്കുറുക്കിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായി.
പിന്നെ ഇഷ്ടാവാണ്ടിരിക്കോ? മാഷിന്റെ അല്ലേ കഥ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ദേവൂട്ടി വലിയ കലാകാരിയാവും. അപ്പോ ഈ ജോസൂട്ടി മാഷ മറക്കല്ലോ. അരികിലൂടെ നോക്കി പോണോട്ടോ ദേവുട്ടി. ശരി അച്ഛമ്മേ, ടാറ്റ. ടാറ്റ. ജോസൂട്ടി മാഷിന്റെ മോന ബാംഗ്ലൂർ യാത്ര പഠിക്കണം. എപ്പോ നോക്കിയാലും ഈ ചേട്ടൻ ബീഡി വലിക്ക് തന്നെ ആയിരിക്കും. പാവ മാഷ്. മാഷ് ബീഡിയൊന്നും വലിക്കില്ല കേട്ടോ. ബീഡി വലിക്കുന്നൊക്കെ ക്യാൻസർ വരുന്നും പറഞ്ഞ് മാഷ് കവലയിൽ നാടകം നടത്തിയത് ഓർക്കണില്ലേ? പതുക്കെ പറ. നോക്കണ്ട, നോക്കണ്ട്. ദേവുട്ടി വേഗം വാ. അയ്യോ ആൻഡപ്പൻ പോയിക്കോ, എനിക്ക് അമ്പലത്തിൽ പോണം. എന്നാ പോയിട്ട് വേഗം വാ. അല്ലേ വേണ്ട, ആൻഡപ്പനും കൂടി വാ. ഞാനിവിടെ ഇരിക്കാം, എനിക്ക് കുറച്ച് ചന്ദനം എടുത്താ മതി. ആൻഡപ്പനും കൂടി വാ. ഞാനില്ല, ഇന്ന് അമ്പലത്തിൽ പായസം ഉണ്ട്, പ്രസാദം. എനിക്ക് വേണ്ടാന്നേ. വാ ആൻഡപ്പാ വാ. വേണ്ട, നീ പോയി പ്രസാദം. മിണ്ടില്ല കേട്ടോ. വാ ആൻഡപ്പാ വാ. നീ പോയിട്ട് എനിക്ക് ചന്ദനം കൊണ്ടുവന്നാ മതി. അയ്യോ, ഞാൻ പറഞ്ഞല്ലേ. നീ ആ കുരിശിന്റെ വർക്ക് കിച്ചന്റെ ചെക്കനിലടാ. നീ എന്താ ഇവിടെ ചോദിച്ചായിട്ടടാ. അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഇല്ലാന്ന് അറിയില്ല എന്റെ കുട്ടിയെ. എന്നിട്ടാ കൂട്ടുകാരനായ അമ്പലത്തില് ചെല്ല്, പായസമുണ്ട്, പ്രസാദം. ആൻഡപ്പാ എന്നോട് പിണക്കാ നീ? ഇല്ല. ഇന്ന പായസം ഉണ്ട്, പ്രസാദം. എനിക്ക് വേണ്ട. നോക്കിയേ, ഞാൻ ഉച്ചക്ക് കഞ്ഞിയും കൂടെ കുടിച്ചിട്ടില്ല. ഇന്നാ കഴിക്ക്. എനിക്ക് വേണ്ട. കഴിക്ക്, കഴിക്കാൻഡപ്പാ. മോളെ രാജപ്പ, കൊച്ചുകൂടിയാണോ നിന്റെ കളി? ദേവുട്ടി പേടിച്ചു. കരയണ്ട കേട്ടോ. ദേവുട്ടി പൊയ്ക്കോളൂ. എന്റെ ദേവുട്ടിയെ ട്യൂഷൻ നേരത്തെ കഴിഞ്ഞോ? എന്തിനാ കരയണേ? അവിടെ ഞാൻ ഓടിയിട്ടാ വന്ന്. അവിടെ ജയമാമന്റെ തൊടി വെച്ച് ആരോ എന്നെ പിടിക്കാൻ വന്നു. ഞാൻ പേടിച്ചു. അതാ പൊട്ടൻ രാജപ്പനായിരിക്കുന്നേ. അത് വെറുതെ പേടിപ്പിക്കാൻ പിന്നാലെ വന്നായിരിക്കും. എന്താ മോളെ? എന്താ ദേവൂട്ടി, എന്താ ഇങ്ങനെ കരയണേ? ഏയ് അതൊന്നുമില്ല. എന്റെ കുട്ടീനെ ആര് പേടിപ്പിക്കാനാ? അത് തമാശക്കാ പൊട്ടൻ രാജപ്പൻ. സാരല്ല, വാ ഉടുപ്പൊക്കെ മാറിയിടാം. ദേവൂട്ടിയെ മോളെ, നമുക്ക് നമ്മുടെ വിജയം വല്യച്ഛനോട് പറഞ്ഞ് ആ രാജപ്പന് നല്ല തല്ലു മേടിച്ചു കൊടുക്കണം. അയ്യേ, പുള്ളൂത്തിക്കുട്ടി കരയേ. അതും നല്ല കഥ പറയണം മുത്തശ്ശിയുടെ കുട്ടിയെ. കാര്യണ്ട കേട്ടോ, കാര്യണ്ട. അവർ നല്ല തല്ലു കൊടുക്കാട്ടോ. അസ്തിനവരന്മാരും അശ്വങ്ങളും ചത്തു, രക്തം നദി പോലെ ഒഴുകുന്നു. ദേവൂട്ടി, ദേ പാത്രം.
ടാറ്റ. വേറെന്തൊക്കെയോ ഓർത്തോണ്ടാ ഓടണേ. അപ്പൂപ്പൻ കടവിലേക്ക് വിക്രമൻ ചേട്ടൻ ഒരു ആനയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മണികണ്ണൻ പറയുന്ന കേട്ടു. അത് ഞാനും കേട്ടു. തിരിച്ചു പോകുമ്പോഴേക്കും അവിടെ ഉണ്ടായാ മതിയായിരുന്നു. അത് മേലെടുത്ത കണ്ണനാ. അവന്റെ പുറത്തു കയറി അവനെ കുളിപ്പിക്കണ കാണാൻ നല്ല രസാ. അടുത്തൂറി കാവല് വരുമ്പോ എന്തായാലും ഞാൻ അച്ഛന്റെ കൂടെ കാണാൻ പോകും. രമേശൻ മാഷിന്റെ ഹോംവർക്കിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ പോണു. എന്നാ ശരി. ഇതെങ്ങനെയാ സംഭവം? ജോസൂട്ടി മാഷിന്റെ ചെക്കനാന്നേ. മണപ്പറയിലെ ദേവിക കണ്ടത്. ചെന്നപ്പോഴേക്കും തീർന്നു അത്രേ. കഞ്ചാവായിരുന്നു. അച്ഛമ്മയുടെ പൊന്നു മോളെ. അച്ഛന്റെ പൊന്നു മോളെ ദേവുട്ടി. ശിവ, നീ എന്തീ കാണിക്കണേ? ശിവ, തളരില്ലടാ നീ. സഹിക്കണം. അതാ ചോദിച്ചെങ്കിൽ തടുക്കാൻ പറ്റൂടാ നമുക്ക്.
വെള്ളേറ്റ് കുന്നിലേക്ക് കൊണ്ടുപോകാന്നാ പറഞ്ഞത്. ഇരിക്ക, എല്ലാരും ഇരിക്ക, ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കുക. ദേവുട്ടിക്ക് ഇതൊന്നും ഇഷ്ടാവില്ല കേട്ടോ. അങ്ങനെയൊന്നും പറയലടാ. ദേവുട്ടി പോയി, ദൈവങ്ങളെ ചതിച്ചു. ഒരുപാട് ആരാന്റെ കുട്ടിക്ക് ആയുസ് കൊടുക്കണം ഉള്ളവരെ പൂജിച്ച ദൈവം കൈവിട്ടു കുഞ്ഞുട്ടിക്ക. ശിവൻ ഇനി പുള്ളോനല്ല. സ്വന്തം കുട്ടീനെ രക്ഷിക്കാൻ കഴിയാത്തവനെങ്ങനെയാ ആരാന്റെ കുട്ടീനെ രക്ഷിക്കുക? ശാപം കിട്ടിയ ജന്മ എന്റെ ശാപം കിട്ടിയ ജന്മ. ഒന്നിനെ പൊട്ടിച്ചുടച്ചു വിനതയും നന്നായി വിളങ്ങിത സദൃശ്യതാരോഗവും. ഒന്നിനെ പൊട്ടിച്ചുടച്ചു വിനതയും നന്നായി വിളങ്ങിത സദൃശ്യതാരോഗവും. സുന്ദരനായ അരുണനു കോപിച്ചു വന്നതിലെന്നുടെ ദേഹം മുഴുവനേ. സുന്ദരനായ അരുണനും കോപിച്ചു വന്നതിലെന്നുടെ ദേഹം മുഴുവനേ. കാശീപൻ ഭക്തിയും കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞു നിന്നാകങ്ങളായിരം. ഒന്നായിരുന്നു നീ ചെയ്തു കൊള്ളേണമേ അമ്മേ ഇനി എണ്ണം ഒന്നും ഉടയാതെ. ഒന്നായിരുന്നു നീ ചെയ്തു കൊള്ളേണമേ അമ്മേ ഇനി എണ്ണം ഒന്നും ഉടയാതെ. 500 വത്സരം ചെന്നാലതിൽ നിന്നു കായ വളർന്നൊരു നാഗങ്ങളായിരം. 500 വത്സരം ചെന്നാലതിൽ നിന്നു കായ വളർന്നൊരു നാഗങ്ങളായിരം. കാശീത്വൻ ഭക്തിയും കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞു നിന്നാകങ്ങളായിരം. സാറേ, മാഷ് ഉറങ്ങാൻ തോന്നുന്നു. മാഷേ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. ഇന്നലെ തൊട്ട് തിരയാ. പ്രതിയെ ഒളിപ്പിക്കാനും ശ്രമമെങ്കിൽ. സാറേ, പുല്ലേറ്റിൻകരയിൽ ദൈവം മാഷ് കുറച്ചും കൂടി. ഈയുടെ ജോത്സരെ, ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്ന് തള്ളിയത കേസ് തനിക്കൊല്ലും പറയണ്ട. അതിലെന്ത് ന്യായമുള്ള? മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. കേരളം മുഴുവൻ ചർച്ച ചെയ്ത കേസാ. സാറേ, 35 കൊല്ലം പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു സാധാരണ അധ്യാപകനാണ് ഞാൻ. ആ കാലം അത്രയും ഒരു ഈർക്കലി കൊണ്ടുപോലും ഞാൻ ആരെയും നോവിച്ചിട്ടില്ല. നേർച്ചയും വഴിപാടുമായിട്ട് കുറേ കാലത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായപ്പോ ഒരുപാട് ലാളിച്ചു. പട്ടണത്തെ വിട്ട് പഠിപ്പിച്ചു. പക്ഷേ ചെകുത്താന്റെ പഠിപ്പായിരുന്നു മനസ്സിലാക്കാൻ ഒരുപാട് വൈകി. അകത്തൊരാള് കിടപ്പുണ്ട്. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവന്റെ അമ്മ. സാറേ, ആ വാഴത്തോപ്പിൽ മരിച്ചു കിടന്നത് പുള്ളുവിന്റെ മകള് മാത്രമല്ല,
ഞങ്ങളെ രണ്ടുപേരും കൂടെയാ. അറിയില്ല അവൻ എവിടെ പോയെന്ന്. ഞാൻ അന്വേഷിക്കണില്ല. എന്തായാലും ഞാനിപ്പോ പോവാ. ഈ പരിസരത്തൊക്കെ തന്നെ കാണും. അവനെ ഒളിപ്പിക്കാനോ രക്ഷിക്കാനോ മാത്രം ശ്രമിക്കരുത്, പറഞ്ഞേക്കാം. കരഞ്ഞുകൊണ്ട് കില്ലിക്കുറുക്കനോട് പെണ്ണാട്ടിൻകുട്ടി ചോദിച്ചു, കില്ലു കില്ലു എന്നെ കൊല്ലാതിരിക്കുമോ? കില്ലിക്കുറുക്കൻ അലറി, ഇല്ല, ഇന്നത്തെ എന്റെ ആഹാരം നീയാണ്. പെണ്ണാട്ടിൻകുട്ടി തേങ്ങി തേങ്ങി കരഞ്ഞു. അയ്യേ, ദേവുട്ടി എന്തിനാ കരയണേ? പെണ്ണാട്ടിൻകുട്ടീനെ കില്ലിക്കുറുക്കൻ കൊന്നു തിന്നു വച്ചാ. അയ്യേ, എന്റെ കലാകാരിക്കുട്ടി കരയാ? അത് കഥയല്ലേ. ശരിക്കുള്ള കുറുക്കൻ ആരെ ഒന്നും ചെയ്യില്ല. കരയണ്ട. എന്നാ ഈ കരച്ചിലൊന്നും നിർത്താൻ എന്തോ. ഞാൻ തീരെ ശിവേട്ടാ, നമ്മുടെ മോള് ഉള്ളോന്റെ പാട്ടിന് എന്തിനാ കാവിലമ്മേ ഈ പരീക്ഷണം? ജീവിക്കാൻ തുടങ്ങുമ്പോഴേക്ക് എന്റെ ദേവൂട്ടി ഇതുവരെ ഇടറാണ്ട് പാടില്ലേ എന്റെ മോൻ? എന്നിട്ടും ഇന്ദുവിന്റെ ശിവന്റെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാണ്ടായി. ഈ കിടപ്പാണെങ്കിൽ ജീവൻ പോലും നിലനിർത്താൻ പറ്റില്ല. ഒരു ഭാഗം പൂർണ്ണമായും തളർന്നു പോയിരിക്കുന്നു. ജോസൂട്ടി മാഷ് വരുന്നു. മാഷ് ഇനിയിപ്പോ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? മാഷോ? മോളുടെ ഒപ്പം പോവാൻ നിക്ക അമ്മേ. സന്തോഷായില്ലേ? ഇനി എന്ത് കാണാൻ നിക്ക? ഒരു ശവം കൂടി എന്നെ തിന്നാൻ, മോനെ കൊണ്ട് തേച്ചിക്കാൻ. ഒരു കുടുംബം മുഴുവൻ കണ്ണീരിലാക്കിയിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് കയറി വന്നിരിക്ക. കൊണ്ടുപോയി കൊന്നു കളഞ്ഞൂടെ വിസർജനെ? ഒരു മാമ്പഴം തല്ലിപ്പറിക്കുവാനെത്തുന്ന കാറ്റായിരുന്നു നീ കൂട്ടുകാരി. ആ മാമ്പഴം മേടമാസത്തിൽ നനുത്ത നീർമുകുളമായി നിൽക്കവേ പാട്ടുകാരി ഓർമ്മിച്ചു ഇല വീണു പോകുന്നു നാം രണ്ടു മിഴിനനവിലടരുന്നു പൂങ്കണ്ണി മാങ്ങകൾ. നീ അടുത്തില്ലാത്തൊരീ മേടവും വീണു ക്ഷതമേറ്റ മാവിൻ പഴങ്ങളിന്നും വെറുതെ ഈ മണ്ണിൽ പഴുത്തുറങ്ങും പോലെ ഓർമ്മതൻ കുഴിമാടം ഇവിടെയാകാം. വെറുതെ ഈ താളിൽ കുറിച്ചിട്ടു പോയൊരാ ചിരിമാഞ്ഞ
മാമ്പഴത്തൊടിയിൽ നിന്നും ദൂരെ ഏതോ വഴിക്കണ്ണിന്റെ പീലിയിൽ പെയ്യുന്നു സ്നിഗ്ധമാമൊരോർമ്മ മാത്രം. ഇടവമാസത്തിന്റെ കാർമേഘശയ്യയിൽ ചാറ്റലാർത്തീർപ്പം നനച്ചു ചെമ്മണ്ണിലും വെറുതെ വന്നെത്തും മഴക്കാലമായി പെയ്തു തോരാതെ വീണ്ടും മിഥുനത്തിലേക്കുമായി നനയുമ്പോൾ ഇവിടെ തളിർത്തൊരാ കൊമ്പിലെ മഴയായിരുന്നു നീ കൂട്ടുകാരി, കണ്ണീർ മഴയായിരുന്നു നീ നാട്ടുകാരി, കണ്ണീർ മഴയായിരുന്നു നീ നാട്ടുകാരി. കേറ്. ഹലോ, ഒരാളിവിടെ ഉണ്ടേ. ചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ ഈ ഷൂ ഒന്ന് ഒരുക്കോട്ടെ. ആരപ്പാ ഇത്? പുതിയൊരാള്? ഇതറിയില്ലേ? ഇല്ല. ഇതാണ് നമ്മുടെ ജോസൂട്ടി പ്രസിഡന്റ് പറഞ്ഞ ആള്. വേവാ കേറിക്ക്. കേറ് കേറ്. വീടിന് പണി കുറച്ചെടുക്കണം. 4-5 കൊല്ലമായിട്ട് ആരും താമസിക്കാണ്ട് കിടക്കുന്ന വീടല്ലേ. ഓഹോ. ബാങ്ക് ജപ്തി ചെയ്തിട്ട് കൊല്ലം കുറേയി. അപ്പൊ അവിടെ മുമ്പ് താമസിച്ചിരുന്നവരോ? അവരിപ്പോ സ്ഥലത്തില്ല. പിന്നെ കണ്ണീര് പോലത്തെ വെള്ളക്കിണറ്റില് നീന്തി കുളിക്കാൻ ദേ ഈ പുഴയും. പട്ടണത്തിലുള്ളവർ കുതിക്കണ ഏക കാര്യം ദേ ഇവിടെ ഫ്രീയാ. അതെന്താ? ശുദ്ധവായു. ഓഹോ, അത് സത്യം. എന്തായാലും ആ ലേലത്തുക കാശ് കുറച്ച് കൂടുതൽ എന്തായാലും. എന്നാലും സ്ഥലം എനിക്ക് പിടിച്ചു. എന്റെ സാറേ, എന്തായാലും നഷ്ടം വരത്തില്ല. ദൈവങ്ങളെ പോലെ കുറച്ച് ആൾക്കാർ ജീവിച്ചിരുന്ന സ്ഥല. അവരവരുടെ കഷ്ടപ്പാട് കൊണ്ട് ബാങ്കിൽ പണയം വെച്ചു. ഇന്നിപ്പോ ബാങ്ക് നിങ്ങൾക്ക് വിറ്റു. വസ്തുവല്ലേ സാറേ, നാളെ ഇതിന്റെ വില ഇരട്ടിയായി. ഇരട്ടി. ആള് ഫ്രഷാ, പിന്നെ പൂത്ത കാശും. എന്നാലും മാഷ്ടെ പൊരയും പറമ്പു അന്യ ഒരാൾ വന്ന് കേറുമ്പോ അത് നമ്മൾ കണ്ടോണ്ടിരിക്കണ്ടേ? 7 ലക്ഷം കടം, പിന്നെ പലിശ എത്രയാണെന്ന് നിശ്ചയമില്ല. 6 വർഷത്തെ ബാങ്ക് പലിശ കണക്ക് കൂട്ടിയാൽ കുറച്ചൊന്നും ആവൂലല്ലോ. മോനെ പഠിപ്പിക്കാൻ വേണ്ടിയ മാഷ് ബാങ്ക് ലോൺ എടുത്തത്. ലിസമ്മയുടെ കാര്യം വല്ലതും? ഇളയ അങ്ങളുടെ വീട്ടിൽ നിന്ന് തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി ആരോ പറയുന്നു. പുഴയിറങ്ങിയിട്ടുള്ളൊരു കുളിയാ. എല്ലാരും കൂടി എത്തിയല്ലോ പുതിയ നാട്ടുകാരനെ കൊണ്ട് മണിയെ. എന്താ മണിയാ, ഇനി ഒരാഴ്ച കൂടെ ഉണ്ടാവോ കയറി താമസിക്കാൻ? എന്തായാലും അവിടെ ഇരിക്കേ, കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് പോവാം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടൊക്കെ? പിടിച്ചോ? പിന്നെന്താ, വളരെ നല്ല സ്ഥലം. ഒരുപാട് നന്മകളുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ. എല്ലാം കൊണ്ടും നല്ലത്. അപ്പൂപ്പങ്കടവിനും പുല്ലേറ്റും കരയ്ക്കും ശാപമോഷം കിട്ടി വരുന്നതേ ഉള്ളൂ. അതും ഒരു കണക്കിന് തെറ്റായ വാക്കാ. ദൈവമല്ലേ അതൊക്കെ നിശ്ചയിക്കുന്നേ. അതെന്താ? അപ്പൊ മണിയൻ കഥകളൊന്നും പറഞ്ഞില്ലേ? ഇല്ല ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. വന്ന് കേറുമ്പോ തന്നെ എങ്ങനെയാ ഒരാളെ വിഷമിപ്പിക്കണേ? എന്താ പ്രശ്നം? എനിക്ക് സർപ്രൈസുകളോടും താല്പര്യമില്ല കേട്ടോ. ദുരന്തങ്ങൾ ഒന്നൊഴിയാതെ വന്നുപോയ മണ്ണ പുല്ലേറ്റുകരയിലെ. ഒരുപാട് കഥകളുള്ള നാടാണെന്ന് എനിക്കും തോന്നുന്നു. കഥകളല്ല, ജീവിതങ്ങള്. ഒന്നിനു പുറകെ ഒന്നായി തകർന്നു പോയ കുറെ ജീവിതങ്ങള്. സെന്റിമെന്റിലാണെങ്കിൽ പറയാം, എനിക്ക് താങ്ങാൻ പറ്റും. ഒരു മിനിറ്റ്. ഹലോ. ഒടുക്കം കണ്ടപ്പോ കേട്ട മാഷിന്റെ കവിത ഇപ്പോഴും കാതിലങ്ങനെ കിടക്കുക.
ആ ശരി. അച്ഛ ദേവുട്ടിക്ക് അച്ഛനെയും അമ്മേനെയും അച്ഛമ്മേനെയൊക്കെ കാണാൻ കൊതിയാവാ. ഇനി എനിക്ക് ആരെയും കാണാൻ പറ്റില്ലല്ലേ? എനിക്ക് കുഞ്ഞുട്ടിക്ക, എനിക്ക് കുഞ്ഞുട്ടിക്ക. എന്താടാ അവിടെ സ്കൂള് വിട്ട് നിക്ക. നീക്കൊന്ന് അക്കരയ്ക്ക് പോണം. നീക്ക കുഞ്ഞുട്ടിക്ക, വള്ളെടുക്ക്. നീക്ക്. എന്താ ശിവ നീ പറയണേ? ഈ രാത്രിയിലോ? നീ വീട്ടിൽ പോ, വീട്ടിൽ പോ ശിവ. അതെങ്ങനെ ശരിയാവാ കുഞ്ഞുട്ടിക്ക? എന്റെ ദേവുട്ടി. അതെ, നീ എന്ത് ഭ്രാന്തായി പറയണേ എന്റെ കുഞ്ഞുട്ടിക്ക, എന്റെ ദേവുട്ടി. ഇവനെ മോളെ, എന്ത് പറഞ്ഞാ ദേവുട്ടി. മോളെ. വാ വാ, ഞാൻ പറയട്ടെ. വാ 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 വാ. കുഞ്ഞുട്ടിക്ക, മോള്. ഞാൻ പറയാം. വാ ദേവുട്ടി, മോള്. വാ. ദേവുട്ടി. ഇവിടെ ഇരിക്കും. ഇരിക്കേ. അതെ, കിടന്നു. ദേവുട്ടി, ദേവുട്ടി. മാഷേ, മാഷേ. എന്റെ മണ്ണിൽ ഞാൻ നട്ട മരം, പക്ഷേ വിഷഫലം. ഒന്നും അറിയാത്ത പാവം പറവകളും പക്ഷികളും വിഷക്കരി തിന്ന് ഇനിയും ചത്തു വീഴരുത്. ചുവട് മുറിക്കണം, വേരിറങ്ങി മഹാവൃക്ഷമാകാതിരിക്കാൻ. വിത്ത് പാകിയവൻ തന്നെ അതില്ലാതാക്കണം, അതില്ലാതാക്കണം, അതില്ലാതാക്കണം.
ഒളിക്കണ്ട മടിക്കണ്ട കരിനാഗമേ നിങ്ങൾ ഒളിക്കാതെ മടിക്കാതെ നിലയിളകണേ. ഒളിക്കണ്ട മടിക്കണ്ട കരിനാഗമേ നിങ്ങൾ ഒളിക്കാതെ മടിക്കാതെ നിലയിളകണേ. സത്യവും നേരുമുള്ള അഞ്ജനമണിനാഗങ്ങളെ മക്കളെ രക്ഷിപ്പാനോ നിലയിളകണേ. സത്യവും നേരുമുള്ള അഞ്ജനമണിനാഗങ്ങളെ മക്കളെ രക്ഷിപ്പാനോ നിലയിളകണേ. മക്കളെ രക്ഷിപ്പാനോ നിലയിളകണേ. ലോകം നിറഞ്ഞുള്ളൊരു കരിനാഗമേ നിങ്ങൾ സത്യത്തോടെ വന്ന് നിലയിളകണേ. ലോകം നിറഞ്ഞുള്ളൊരു കരിനാഗമേ നിങ്ങൾ സത്യത്തോടെ വന്ന് നിലയിളകണേ. സത്യവും നേരുമുള്ള അഞ്ചുതല രാജാവേ മക്കളെ രക്ഷിക്കാനോ നിലയിളകണേ. സത്യവും നേരുമുള്ള അഞ്ചുതല രാജാവേ മക്കളെ രക്ഷിക്കാനോ നിലയിളകണേ. മക്കളെ രക്ഷിക്കാനോ നിലയിളകണേ. മക്കളെ രക്ഷിക്കാനോ നിലയിളകണേ. മക്കളെ രക്ഷിക്കാനോ നിലയിളകണേ. മോനെ, എന്റെ പൊന്നു മോനെ, മോനെ മോനെ മോനെ, എന്റെ മോനെ. ദൈവത്തിന് ആവശ്യമുള്ളവർ ദൈവത്തിന്റെ ജനം, ഭൂമിക്ക് വേണ്ടാത്തവരും ദൈവത്തിന്റെ മക്കൾ. അവർക്ക് ഭൂമിയിൽ ഒന്നിനും അവകാശമില്ല. നിനക്കും ഒന്നിനും അവകാശമില്ല മോനെ, എന്റെ പൊന്നു മോനെ. മലയുടെ മുകളിലേക്ക് അബ്രഹാം തന്റെ മകനെയും കൊണ്ട് നടന്നുപോയി. ബലിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവനായ അബ്രഹാമിന്റെ മകൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. പക്ഷേ ഇവൻ മരിക്കേണ്ടവനാണെന്ന് ഞാൻ വിധിയെഴുതി. വേദപുസ്തകത്തിലെ സത്യത്തിന് മുകളിൽ എന്റെ വിധി, ഇവനെ സൃഷ്ടിച്ചവന്റെ വിധി. ഇത്രയും കാലം വള്ളപ്പുരയിൽ ഒന്ന് കാത്തിരിക്കാൻ ലിസമ്മയ്ക്കൊരു മോനുണ്ടായിരുന്നു. ഇനിയിപ്പോ ആരെയാ കാത്തിരിക്കാനുള്ളത് പഠിച്ചോനെ? ആരോടാ പറയാ? ഇനി പ്രായത്തില് മാഷ് ജയിലിലും കിടന്ന് എന്തായാലും ഒന്ന് രണ്ട് ജീവിതങ്ങളുടെ കഥയില്ലാണ്ടായി. ഇനി ആർക്കു വേണ്ടിയാ ഈ 2 ജന്മങ്ങൾ ജീവിക്കുന്ന അച്ചോ? കരുണയുള്ള ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് വിലയിടാൻ ഭൂമിയിൽ സാധാരണ മനുഷ്യൻ എന്താ അധികാരമുള്ളത്? വാ വാ. പിഞ്ചു കാൽവെള്ളയിൽ നുള്ളിയില്ല, പിഞ്ചുകാൽ വെള്ളയിൽ നുള്ളിയില്ല, പകൽ ചില്ലയിൽ താരാട്ട് തങ്ങിയില്ല, പിഞ്ചുകാൽ വെള്ളയിൽ. മലർച്ചെണ്ടിന്റെ സൂക്ഷ്മമാ ഞെട്ടറ്റ് വീഴുമ്പോ കരയല്ല കരയല്ല പൂക്കാലമേ, നീ കരയല്ല കരയല്ല പൂക്കാലമേ, നീ കരയല്ല കരയല്ല പൂക്കാലമേ.
കരയല്ല കരയല്ല പൂക്കാലമേ, നീ കരയല്ല കരയല്ല. ഒരു കണക്കിന് മാഷ് ചെയ്തതും വലിയൊരു കാര്യ. നാട്ടുകാർ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് അങ്ങേര് തന്നെ അതങ്ങ് ചെയ്യും. എന്നാലും ഭ്രാന്തി എറിയ ആരെങ്കിലും സ്വന്തം മോനെ കൊല്ലോ? എന്റെ ഈശ്വര, ഒരച്ഛൻ അതിന് കഴിയോ? ആ മാറി മാറി. ആ സുരേഷ്, ആ മതി മതി മതി. എഴുന്നേറ്റ്. കരയല്ലേ ലിസമ്മ? ദൈവങ്ങളും കൈവിട്ടു തോന്നുന്നു. ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കണാവോ? മേനോൻ സാറിനെ വിളിച്ചിട്ട് എന്തായി പ്രസിഡന്റ്? വല്ലതും നടക്കൂ? ജോസൂട്ടി മാഷ് കുറ്റം സംഭവിച്ചെന്നാ പറയണത്. ഇനി മരണം വരെ അവിടെ കിടക്കാന്നാ അദ്ദേഹം പറയണത്. ഇനിയിപ്പോ വക്കീലും മേനോൻ സാറും എന്തു പറയാനാ? ലോനപ്പെട്ട ഒരു ചായ. ദൈവത്തെ പോലൊരു മാഷ്, നേർച്ചയും വഴിപാടും കൊണ്ട് കിട്ടിയ ഒരേ ഒരു സന്തതി. ഇതിന് മാത്രം സഹിക്കാൻ എന്ത് പാപമാണോ പടച്ചോനെ ആ ലിസമ്മ ചെയ്തത്. ശിവന്റെ കാര്യം പറയാതിരിക്കുക വേണം. ചത്ത പോലത്തെ കിടപ്പാ. എന്തുവിന് ശ്വാസം കൊണ്ടുപോകുന്നതിന് സംശയ. കൃഷ്ണൻകുട്ടി, നീ ഇനി മോഷ്ടിക്കരുത്. കൃഷ്ണൻകുട്ടിയുടെ മോന് ഇപ്പൊ എത്ര വയസ്സായി? 11. മാഷേ, ഒരാളേക്ക് എങ്ങനെ കൊല്ലാൻ പറ്റാ? കൊന്നു. കൊന്നതിന്റെ ഉപദേശം കള്ളന് വേണ്ടെന്നാവും. അല്ല മാഷ് പറ. എനിക്ക് ഈ മാഷുമാരെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബഹുമാനം. മാഷ് ശരിക്കും കൊന്നിട്ടുണ്ടോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടികളെ പഠിപ്പിക്കണ മാഷ്, അതും രാഷ്ട്രപതിയുടെ അവാർഡൊക്കെ വാങ്ങിച്ച ആള്, എങ്ങനെ കൊല്ല? ഏയ്, ആർക്കെങ്കിലും പകരേറ്റതാണോ? കൊന്നു. ഞാൻ തന്നെ. അതും ആരെന്നറിയണ്ടേ? സ്വന്തം മോനെ. എന്റെ രക്തത്തിൽ പിറന്ന സ്വന്തം മോനെ. 6 കൊല്ലം നേർച്ചയും വഴിപാടും നടത്തി ഞങ്ങൾക്ക് കിട്ടിയതാ. വിഷായിരുന്നു, പുതിയ ലോകത്തിന്റെ വിഷം. കൊന്നു. ഇതാ ഈ കൈ കൊണ്ട് കൊന്നു. കൊന്നു കൊന്നു ഞാൻ കൊന്നു. എന്റെ മോനെ ഞാൻ കൊന്നു. പുഴയോരക്കടവത്തെ പാഴ്മരക്കൊമ്പത്ത് പുലരോളം പാടിത്തളർന്നുറങ്ങി കിളി. പുലരോളം പാടിത്തളർന്നുറങ്ങി. ഒടുവിലാ ചുണ്ടത്തെ പാഴ്മുളം കുഴൽ വീണു. ശ്രുതി തീർന്നുടങ്ങിന്നോരോർമ്മയായി. വെറുതെ എൻ മോഹം അനാഥമായി. പുഴയോരക്കടവത്തെ പാഴ്മരക്കൊമ്പത്ത്
പുലരോളം പാടിത്തളർന്നുറങ്ങി കിളി പുലരോളം പാടിത്തളർന്നുറങ്ങി. പെരുവിരൽ തുമ്പും പിടിച്ചെന്റെ നിഴലായി പിറകെ നടന്നു വളർന്ന ബാല്യം. പെരുവിരൽ തുമ്പും പിടിച്ചെന്റെ നിഴലായി പിറകെ നടന്നു വളർന്ന ബാല്യം. ചിറകടിച്ചാകാശമതിലുകൾ താണ്ടുന്ന മുഗ്ധസങ്കൽപ്പങ്ങൾ മിഥ്യയായി. ഇരുളിന്റെ ചങ്ങലപ്പാടുകൾ ചൂടിയ പുലരികൾ വിടരാൻ മടിച്ചു നിന്നു. പുലരികൾ വിടരാൻ മടിച്ചു നിന്നു. പുഴയോരക്കടവത്തെ പാഴ്മരക്കൊമ്പത്ത് പുലരോളം പാടിത്തളർന്നുറങ്ങി കിളി പുലരോളം പാടിത്തളർന്നുറങ്ങി. മാറത്ത് ചേർത്തു ഞാൻ ലാളിച്ച വീണയും പുള്ളോർക്കൂടവും വിമുഖമായി. മാറത്ത് ചേർത്തു ഞാൻ ലാളിച്ച വീണയും പുള്ളോർക്കൂടവും വിമുഖമായി. നവോറ് പാടി ഉണർത്തി വളർത്തിയോരോമൽ കനവുമിന്നന്യമായി. നവോറ് പാടി ഉണർത്തി വളർത്തിയോരോമൽ കനവുമിന്നന്യമായി. ഏകനായി കാവിൽ മരത്തണലിലെന്തോ തെടിയലയും നിഴലായി ഞാൻ. തെടിയലയും നിഴലായി ഞാൻ. മാറത്ത് ചേർത്തു ഞാൻ ലാളിച്ച വീണയും ഉള്ളോർക്കൂടവും വിമുഖമായി. ഉള്ളോർക്കൂടവും വിമുഖമായി.
നന്ദി പറയേണ്ടത് സർവേശ്വരനോടും എന്റെ ഗുരുക്കന്മാരോടും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടുമാണ്. അധ്യാപകനും വിദ്യാർത്ഥിയും ഒരേ വർഗമാണെന്ന് അഴിക്കോടൻ മാഷ് പറയും. ഗുരു അധികം ശബ്ദിക്കാൻ പാടില്ല. പതുക്കെ പറയുന്നതിന്റെ പേരാണ് മന്ത്രം. ഉറങ്ങാത്ത അധ്യാപകർ ഉണ്ടാകട്ടെ, അധ്യാപകന്റെ ഉറക്കം വിദ്യാർത്ഥിക്ക് ശിക്ഷയാണ്. ഉള്ളത് മുഴുവൻ ശിഷ്യന് പകർന്നു കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ല ഗുരു. നല്ല ഗുരുവിന് വേണ്ട 2 സ്നേഹങ്ങളെക്കുറിച്ച് മാഷു പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കുട്ടിയോടുള്ള അഗാധമായ സ്നേഹം. സ്നേഹമുണ്ടെങ്കിലേ അധ്യാപകന് അവന്റെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ബുദ്ധനെ പോലെ അഗാധമായ സ്നേഹം വേണം. വലിയ വാക്കുകൾ പകർന്ന വലിയ മനുഷ്യരുടെ ചിന്തകൾ കടമെടുത്തു കൊള്ളട്ടെ. വിദ്യാഭ്യാസം പ്രകാശമാണ്. അധ്യാപകനും വിദ്യാർത്ഥിയും ഹൃദയം കൊണ്ട് അടുത്തു വരുമ്പോൾ അവിടെ വിദ്യ എന്ന പ്രകാശമുണ്ടാകുന്നു. നമ പരമ ഋഷിഭ്യോ നമ പരമ ഋഷിഭ്യ എന്ന് എല്ലാ വിദ്യാർത്ഥികളും കൂട്ടമായി പറയുന്നൊരു കാലമുണ്ടാവട്ടെ. എല്ലാവർക്കും എന്റെ നമസ്കാരം, നന്ദി.